ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനവിടെ ഒരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോണത്. രാവിലെ നേരത്തെ വെറും വയറ്റിൽ കഴിക്കാവുന്ന ഒരു ജ്യൂസാണ്. അതിന് ഒരു 4 നെല്ലിക്ക എടുത്തിട്ടുണ്ട്, വലിയ നെല്ലിക്ക ഉണ്ട്, ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇളവൻ കുമ്പളങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ജ്യൂസ് ആക്കണമെങ്കിൽ ഒന്ന് അടിച്ചിട്ട് വരണം. ഇത് ഷുഗർ, ബ്ലഡ് ശുദ്ധീകരിക്കും, വയറ് സംബന്ധമായിട്ടുള്ള ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടും. പിന്നെ രാവിലെ നേരത്തെ ഇത് കുടിച്ചാൽ ഒരു ഉന്മേഷം ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ആദ്യം ഇതൊക്കെ രണ്ടും കൂടിയിട്ട് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒന്ന് അടിച്ചിട്ട് വരാം. അരച്ചിട്ടുണ്ട്, ഇതൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. നന്നായി അരയ്ക്കണം. നന്നായിട്ട് അരിച്ചെടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് താഴേക്ക്. ഇതൊന്ന് കുടിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. അത് കുടിക്കുമ്പോഴേക്കൊന്നും ഒരു ഷുഗറൊന്നും താഴില്ല. കുറച്ച് ദിവസമൊക്കെ ഒരു മാസമൊക്കെ കഴിക്കണം. ഷുഗർ, ഉന്മേഷം, ബ്ലഡ് ശുദ്ധീകരിക്കും. ഇളവൻ വെള്ളത്തിൻ്റെ അംശമൊക്കെ കൂട്ടുന്നതല്ലേ. നെല്ലിക്ക നല്ലതാണ്. പക്ഷേ തണുപ്പുള്ളവർക്ക്, അസുഖമുള്ളവർക്ക്, ശ്വാസ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് ഇത് കുടിക്കണ്ട. തണുപ്പായ കാരണം ഇത് രാവിലെ വെറും വയറ്റിലുണ്ട്. ഇളവനും തണുപ്പാണ്, നെല്ലിക്കയും തണുപ്പാണ്. അങ്ങനെ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, അധികമായി അത് മഞ്ഞൾപ്പൊടിയുടെ ഒരു ചുവയുണ്ടാകും. എൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു ചെറിയൊരു ഇത് മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കും. വേറൊന്നും ഇടേണ്ട ആവശ്യമില്ല. രാവിലെ ചായയൊക്കെ കുടിക്കുക. എണിച്ച ഉടനെ മുഖം പല്ലൊക്കെ തേച്ച ശേഷം ഒരു ഗ്ലാസ് ഇത് കുടിക്കുക. പിന്നെ കുറേ കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ചായ കുടിക്കാം. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. നമുക്ക് ഇത്രയും വേണ്ട വെച്ചാൽ പകുതി കുടിച്ചാൽ മതി. നമ്മുടെ ജ്യൂസ് റെഡിയായി. നെല്ലിക്ക ജ്യൂസ്, നെല്ലിക്ക അളവിനായിട്ടുള്ള ജ്യൂസാണ് ഇത്. 2 ആൾക്ക് കുടിക്കാം. 1 നെല്ലിക്ക എടുത്താൽ 2 നെല്ലിക്ക എടുത്താൽ ഒരാൾക്ക്, 4 നെല്ലിക്ക എടുത്താൽ 2 ആൾക്ക് കുടിക്കാം. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് ഒക്കെ ഉണ്ടാക്കി കുടിച്ച് നോക്കുക. ഉന്മേഷമൊക്കെ വരുത്താം. ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ഇത് സൂപ്പറായിട്ടുണ്ടാകും. നല്ല ചവർപ്പുകളും അതൊന്നും ഉണ്ടാകില്ല. നെല്ലിക്കയുടെ ചവർപ്പൊന്നും ഉണ്ടാകില്ല. നന്നായിട്ട് ഉണ്ടാകും. ഇതിൻ്റെ കൂടെ എരിവിന് വേണമെങ്കിൽ ഒരു പച്ചമുളക് നമുക്ക് കീറിയിടാം. എരിവിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ആവശ്യം ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു പീസ് ഇട്ടാൽ മതി എരിവിന് വേണമെങ്കിൽ. രാവിലെ നേരത്തെ എരിവൊന്നും ആവശ്യമില്ല. ഇത് കുടിച്ച് നോക്കുക. അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ.